എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എ സിയുടെ കംപ്ലയിൻറ്റ് അറ്റൻഡ് ചെയ്ത് അത് സോൾവ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോ ഇടുക. കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് എ സി ഓൺ ആവുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് കൂളിംഗ് കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ ഔട്ട്ഡോർ ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഔട്ട്ഡോർ ചെന്ന് നോക്കുന്ന സമയത്ത് മോട്ടർ റൺ ആവുന്നുണ്ട്, പക്ഷേ കംപ്രസർ വർക്ക് ആവുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു മൂളക്കം മാത്രം കേൾക്കുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്തത് ടോപ്പ് കപ്പാസിറ്റർ കോൺടാക്റ്റൊക്കെ വരുന്ന ഭാഗം ചെക്ക് ചെയ്ത് അവിടുത്തെ വയറിങ്ങിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ കംപ്രസറിൻ്റെ ടെർമിനൽ വയർ വരുന്നിടത്തോട്ട് നോക്കിയ സമയത്താണ് ഇതിൻ്റെ റണ്ണിങ് വയർ, അതായത് റണ്ണിങ് വയർ ബേണായി, അതായത് കരിഞ്ഞ് വിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കംപ്രസറിന് നല്ല ഹീറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ആ റണ്ണിങ് വയർ കരിഞ്ഞ് ടെർമിനലിൽ നിന്ന് വിട്ടുമാറി നിൽക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കംപ്രസറിൻ്റെ ഹീറ്റിനെ മാറ്റി അത് കൂളാക്കുക എന്നുള്ളതാണ്. നമ്മൾ വെള്ളമൊഴിച്ച് കംപ്രസറിൻ്റെ ഹീറ്റിനെ കളഞ്ഞത് കൂളാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിത് ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടുകാണ് നല്ല രീതിക്ക് ഡസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടൻസറിൻ്റെ ഏരിയ നല്ല രീതിക്ക് തന്നെ നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട്. ബേണായി പോയ വയർ കട്ട് ചെയ്ത് നമ്മൾ വേറൊരു ടെർമിനൽ വയറുമായിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ കണക്ഷൻ എല്ലാം കൊടുത്ത് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും യൂണിറ്റ് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. അതുപോലെ നമുക്ക് ആംബിയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് 8.8, 8.9 ആ ഒരു ലെവലിൽ ഇതിൻ്റെ ആംബിയറും കിട്ടുന്നുണ്ട്. എന്തെല്ലാം കാരണത്താലാണ് വയർ ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ബേണായി പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് എ സിയുടെ ഔട്ട്ഡോർ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്തില്ലെങ്കിൽ, അതായത് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടൻസറിലൊക്കെ ഇങ്ങനെ ഡസ്റ്റ് കയറിയിരുന്ന് എയർ സർക്കുലേഷൻ, അതായത് കണ്ടൻസറിലെ ഹീറ്റിനെ കറക്റ്റായിട്ട് പുറത്തോട്ട് തള്ളിവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ കംപ്രസർ ഓവർ ഹീറ്റായി അങ്ങനെയും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ഓവറായിട്ട് ഹീറ്റ് ആകുന്ന സമയത്ത് ഓവർ ആംബിയറും എടുക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും വയർ കരിയാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക.